സന്തോഷവാനാണോ? യെസ്, ഞാൻ സന്തോഷവാനാണ്. നീ സന്തോഷവതിയാണോ? യെസ്. അപ്പോൾ നമ്മളെല്ലാവരും സന്തോഷവാന്മാരും സന്തോഷവതികളുമാണ്. നമ്മൾ ചോക്ലേറ്റ് കഴിക്കുന്നവരാണോ? നമ്മളെല്ലാവരും ചോക്ലേറ്റ് കഴിക്കുന്നവരാണ്. ഈ ചോക്ലേറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് സോൾട്ട് ഉണ്ടായാൽ ആ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. നമുക്ക് കറക്റ്റായിട്ട് അത് ആസ്വദിക്കാൻ പറ്റില്ല. ഇതുപോലെയാണ് നമ്മുടെ ഹാപ്പിനെസ്. ആ സോൾട്ട് വന്നപ്പോൾ ആസ്വദിക്കാൻ പറ്റാത്തതുപോലെയാണ് നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ്. കൊച്ചു കൊച്ചു കൊച്ച് ജീവിത പ്രാരാബ്ദങ്ങളും ജീവിത ദുഃഖങ്ങളും വരുമ്പോൾ നമ്മളുടെ ഹാപ്പിനെസ് നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നു. നമ്മൾ ആകെ വെപ്രസംഗിയായിട്ട് മാറുന്നു. അപ്പം ഞാൻ ചോദിക്കുകയാണ്, എവിടെയാണ് സന്തോഷം? നമ്മൾ വിചാരിക്കും ജീവിതത്തിൽ ഈ ലോകത്തിൽ എവിടെയാണ് സന്തോഷം ഇരിക്കുന്നത്? ഉദാഹരണമായിട്ട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ദുബായിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു പാസഞ്ചർ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവന് സിഗരറ്റ് വലിക്കാൻ പറ്റില്ല. അവൻ ഹാപ്പി അല്ലാതാവുന്നു. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയാൽ അവൻ ആദ്യം പോകുന്നത് സ്മോക്കിംഗ് ഏരിയയിലേക്കാണ്. അവിടെ ചെന്ന് ഒരു സിഗരറ്റ് വലിച്ചു കഴിയുമ്പോൾ അവൻ ഹാപ്പി ആവുന്നു. പക്ഷേ സിഗരറ്റ് വലിക്കാത്തൊരു വ്യക്തിയോ, അവനവിടെ സന്തോഷം നഷ്ടപ്പെടുന്നില്ല. അവൻ ഫ്ലൈറ്റിൽ നിന്നിറങ്ങി കൂളായിട്ട് നടന്നു പോകുന്നു. അപ്പൊ രണ്ടുപേരുടെ വ്യത്യാസമാണ്. അവൻ എപ്പോഴും ഹാപ്പിയാണ്. സിഗരറ്റ് വലിക്കുന്ന വ്യക്തിക്ക് ഒരു സിഗരറ്റ് വലിക്കാൻ കിട്ടുമ്പോൾ അവൻ വളരെയധികം ഹാപ്പി ആവുന്നു. ഈ ഹാപ്പിനെസ് ഇങ്ങനെയാണ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു വസ്തുവിലാണോ? അല്ല. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുമ്പോൾ നാം ഹാപ്പി ആവുന്നു. നമ്മളുടെ ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിയുമ്പോൾ, സാധിച്ചു കിട്ടുമ്പോൾ നാം ഹാപ്പി ആവുന്നു. അപ്പോൾ ഈ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരവസ്ഥയാണ്. അതായത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീട് സങ്കല്പിക്കുക. നമ്മുടെ വീട്ടിലെ അപ്പൂപ്പൻ, അമ്മൂമ്മ, അപ്പച്ചൻ, അമ്മച്ചി, മക്കള്, പേരക്കുട്ടികൾ, ഇങ്ങനെ എല്ലാവരുമായിട്ട് സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരു വീട്. അത് ഹാപ്പി അല്ലേ? മറിച്ച് സന്തോഷമില്ലാത്ത, എപ്പോഴും പിണങ്ങുന്നൊക്കെ ഒരു വീടുണ്ടെങ്കിൽ അവിടെ ഹാപ്പി അല്ല. സന്തോഷം എന്ന് പറയുന്നത് മനസ്സിന്റെ അവസ്ഥയാണത്രേ. എന്നാൽ നമുക്ക് എപ്പോഴും ഈ സന്തോഷം അനുഭവിക്കണം. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഇപ്പൊ മാങ്ങാക്കാലമാണ്. ഈ കാലത്ത് ഒരു നല്ല മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ടേസ്റ്റോട് കൂടി നമ്മൾ ആ മാങ്ങ കഴിക്കും. അപ്പൊ സന്തോഷത്തിലൂടെ കഴിക്കുക. എന്നാൽ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വീണ്ടും 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 മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, സന്തോഷം കിട്ടുന്നില്ല. അതൊരു അവസ്ഥയാണ്. എന്നാൽ എല്ലായ്പ്പോഴും സന്തോഷം കിട്ടണമെങ്കിൽ ഈശ്വരനിൽ ആശ്രയിക്കണം. എപ്പോഴും എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റണം. പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും വേദനകളൊക്കെ വരുമ്പോൾ നമ്മളിൽ നിന്ന് നമ്മുടെ ഹാപ്പിനെസ് കൈവിട്ടു പോകുന്നു. അതിനാണ് പറയുന്നത് ഈശ്വരാശ്രയ ബോധത്തില്, ദൈവാശ്രയ ബോധത്തില് നമ്മൾ ജീവിക്കണമെന്നത്. വിശുദ്ധ ഗ്രന്ഥത്തില് ഇങ്ങനെ പറയുന്നുണ്ട്. ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ 3:16, അത്തിവൃക്ഷം പൂക്കുന്നില്ലേലും മുന്തിരിയിൽ ഫലങ്ങളില്ലേലും ഒലിവുമരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുമെന്ന്. പ്രശ്നങ്ങളുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും നടുവിൽ നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ ഇല്ലാതെ പോകും. അപ്പോഴൊക്കെ നമുക്ക് സന്തോഷിക്കാൻ പറ്റണം. ഇതാണ് ജീവിതത്തിലെ ഹാപ്പിനെസ്.